ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച ദിവസം ഭാരതത്തിലെ ജനങ്ങൾ ആ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച ദിവസമായിരുന്നു ഓഗസ്റ്റ് 15 കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോ ഇതിനോടുള്ള ബന്ധത്തിൽ രാവിലെ നിവേദനം വായിച്ചപ്പോൾ ഞാൻ ഈ ഭാഗം എടുത്ത് വായിക്കാനായിട്ടിടയായി. അപ്പൊ നിവേദനം വായിച്ചപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒന്ന് ഓർക്കാനായിട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ തടസ്സമുണ്ടോ? ഇല്ല. ഓക്കെ. 36-ാമത്തെ വചനം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ ആകും എന്നാണ്. അപ്പൊ പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളവർ ആകും, അല്ലേ? ഇപ്പൊ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് ആ സ്വാതന്ത്ര്യം ആര് വരുത്തണം? യേശു കർത്താവ് വരുത്തണം. ഗലാത്യലേഖനം 5:1 നാം വായിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നാണ്. എന്നിട്ട് പറയുന്നു, ആകയാൽ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം, അല്ലേ? അടിമമുഖത്തിലേക്ക് വീണ്ടും എന്ത് ചെയ്യരുത്, മുന്നേകി പോകരുത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് വീണ്ടും ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലേക്ക് പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എത്രയോ മഹാന്മാർ തങ്ങളുടെ ജീവൻ ബലികഴിച്ചു. പ്രിയമുള്ളവരെ, എത്രയോ ആളുകൾ അതിനുവേണ്ടി വില കൊടുത്തു, രക്തം ചിന്തി. അങ്ങനെ നേടിയെടുത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് വരുന്ന തലമുറ ഇത് തിരിച്ചറിയാതെ പ്രിയമുള്ളവരെ വീണ്ടും അടിമത്തത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി വില കൊടുത്തവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടും അവസ്ഥകളൊക്കെയല്ലേ? പ്രിയമുള്ളവരെ, യേശു കർത്താവ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ആ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് വീണ്ടും അടിമമുഖത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ക്രൂശിനെ വ്യർത്ഥമാക്കുന്ന അവസ്ഥയല്ലേ? കർത്താവിന്റെ ക്രൂശിനെ പ്രിയമുള്ളവരെ നാം വിലയില്ലാതാക്കി മാറ്റുകയല്ലേ എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ 8-ാം അധ്യായം 31 വായിക്കുമ്പോൾ കാണുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുന്നു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ സ്വാതന്ത്ര്യം നമുക്ക് യഥാർത്ഥമായി ലഭിക്കാൻ സത്യം അറിയേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, സത്യം അറിയണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സത്യം അറിയുന്നത്. അപ്പൊ സത്യം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ദൈവവചനം നമ്മൾ ആ നിലയിൽ വേണം വായിക്കാനായിട്ട്. സത്യം അറിയാനുള്ള ആഗ്രഹത്തോടെ വേണം വേദപുസ്തകം വായിക്കാൻ. അങ്ങനെ ദൈവവചനം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം സത്യം അറിയും. മാത്രമല്ല, ആ സത്യം നമുക്ക് എന്ത് നൽകുമെന്നാണ്? സ്വാതന്ത്ര്യം നൽകുമെന്ന് ആര് പറഞ്ഞു? യേശു കർത്താവ് പറഞ്ഞു, അല്ലേ? അപ്പോ ദൈവവചനം വായിക്കാതെയും സത്യം അറിയാനുള്ള ആഗ്രഹമില്ലാതെയും പ്രിയമുള്ളവര് പോകുന്ന അവസ്ഥ അത് എത്രയോ കഷ്ടമായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നത് പോലെ ആദിമസഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, അവര് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്നൊക്കെ നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ആദിമസഭ പ്രിയമുള്ളവരെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളത് അവർ വളരെ ശ്രദ്ധപ്പെടുത്ത ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോഴും നമ്മൾ ആ സങ്കീർത്തനത്തിലൂടെ എല്ലാം കർത്താവിന്റെ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാടുകളൊക്കെ ആ ദൈവജനത്തിലൂടെ നമ്മളത് മനസ്സിലാക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ അവന്റെ കൃപയുടെ ബഹുത്വത എന്ന് വായിക്കുമ്പോ ഒരു പഴയ ദൈവ ഭക്തന കാര്യം പറയുമ്പോ പുതിയ ദൈവ വിശ്വാസിക സങ്കീർത്തനം വായിക്കുമ്പോ നമ്മുടെ മനസ്സ് ഓടിച്ചിടുന്നത് എവിടേക്കാണ്? കാൽവരി ക്രൂശിലേക്കാണ്. നമ്മുടെ മോടുള്ള ദൈവത്തിന്റെ കൃപയുടെ ആ ബഹുത്വം, ആ വലിപ്പം നാം കാണുന്നത് കാൽവരി ക്രൂശിലാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹത്തെ ആ നിലയിലൊക്കെ നാം ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. അപ്പൊ വചനത്തിൽ നിലനിൽക്കണമെങ്കിൽ വചനം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? വായിക്കാനുള്ള മനസ്സുള്ളവരായിരിക്കണം.
പ്രത്യേകിച്ചും അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളും പുതിയ നിയമത്തിൽ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ വായിക്കാനൊക്കെ എപ്പോഴും മനസ്സ് കാണിക്കണം. കർത്താവ് പറഞ്ഞു, അപ്പോ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇത് കേട്ടപ്പോ അന്നത്തെ യഹൂദന്മാര് കർത്താവിനോട് പറയുന്നത് 33-ാം വാക്യം വായിച്ചാട്ടെ. അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാർ ആകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അടിമകളാണെന്ന് പറയുന്നതും അടിമത്വത്തിലാണെന്ന് പറയുന്നതും കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. അവര് പറഞ്ഞു, ഞങ്ങൾ ആർക്കും അടിമകൾ അല്ല, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞങ്ങൾ ആരുടെ അടിമകളായിരുന്നിട്ടില്ല. പ്രിയമുള്ളവർ, ഇത് പറയുമ്പോ എത്ര പച്ചക്കള്ളമാണ് അവർ യേശുവിനോട് പറയുന്നത്. കാരണം റോമൻ അധികാരത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ഒരു മശിഹ വരുമെന്ന് കാത്തിരിക്കുന്ന ജനമാണ് ആര്? യഹൂദ ജനം. പ്രിയമുള്ളവരെ, ആ ജനമാണ് പറയുന്നത് ഞങ്ങൾ ആരുടെയും എന്തല്ലെന്ന്, അടിമകളല്ല എന്നവര് പറയുന്നത്. ഇനി അത് പറഞ്ഞപ്പോ യേശു അവരോട് പറഞ്ഞ മറുപടിയാണ് 4-ാം വാക്യം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ ആകുന്നു. അപ്പൊ അടിമത്വം എന്ന് കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? അത് പാപത്തിന്റെ അടിമത്വമാണ്. അത് ഓർക്കുക. നാം ദൈവസഭ, ദൈവമക്കളാ കാര്യം അതുപോലെ ഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറയുമ്പോൾ ഏതിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടിയത്? പാപത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടിയത്, അല്ലേ? ആ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള സത്യം ദൈവജനത്തിലൂടെ നാം അറിയണം. അപ്പൊ ദൈവജനത്തിലൂടെ സത്യം അറിഞ്ഞ ആ സത്യം നമുക്ക് സ്വാതന്ത്ര്യം നൽകും. അപ്പോ ഞങ്ങൾ ആരുടെ അടിമയല്ല എന്ന് പറഞ്ഞ ആളുകളോട് യേശു പറഞ്ഞു, പാപം ചെയ്യുന്നവനെല്ലാം ആരാണ്? പാപത്തിന്റെ ദാസനാണ്. എന്നിട്ട് പറയുകയാണ്, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. വീട്ടിൽ എന്നേക്കും വസിക്കാൻ കഴിയുന്നത് പുത്രനാണ്. അപ്പൊ പുത്രനായി തീർന്നെങ്കിൽ മാത്രമാണ് അതിനകത്ത് മറ്റൊരു ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത്. പിതാവിന്റെ ഭവനത്തിൽ പിതാവിനോട് കൂടെ നിത്യം വസിക്കാൻ കഴിയണമെങ്കിൽ അത് ആർക്കേ കഴിയുള്ളൂ? അത് പുത്രനെ കഴിയുള്ളൂ. നമ്മൾ ആരുടെയും ദാസന്മാരാകരുത്, പാപത്തിന്റെ ദാസനായിരിക്കരുത്. അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം. എന്നിട്ട് 36-ാം വാക്യം കർത്താവ് വലിയ സന്ദേശം വെളിപ്പെടുത്തുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം ആകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കും. അവിടെ പറയുന്ന ഒരു പദം ശ്രദ്ധിച്ചോ? സാക്ഷാൽ സ്വാതന്ത്ര്യം. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ ഈ വാക്ക് നമ്മൾ പലയിടങ്ങളിൽ ഈ വാക്ക് വായിക്കുന്നുണ്ട്. ഏതാണ്? സാക്ഷാൽ എന്നുള്ള വാക്ക്, അല്ലേ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് വായിക്കുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് എന്ന് കർത്താവ് പറഞ്ഞു, അല്ലേ? ഇവിടെ പറയുന്നു സാക്ഷാൽ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. എന്താണ് അത്? പുത്രൻ വരുത്തുന്ന പാപത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പോ ദൈവങ്ങളെ ശ്രദ്ധിക്കണേ. രക്ഷയിലേക്ക് വന്ന ഓരോരുത്തരും ഓർക്കണം, നാം രക്ഷിക്കപ്പെട്ടിട്ടും നാളുകൾ മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞു. നല്ല ഒരു ജീവിത കാലഘട്ടം നമ്മുടെയൊക്കെ കഴിഞ്ഞു, പിന്നിട്ടു. ഇനി നമ്മുടെ മുമ്പോട്ടുള്ള ആ യാത്ര വളരെ ചുരുക്കമാണ്, അല്ലേ? ഓടിയോടത്തോളൊന്നും ഇനി ഓടാനായിട്ട് ഇല്ല. ഇനി വളരെ ചുരുങ്ങിയ സമയങ്ങളാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, പ്രിയമുള്ളവർ, ഈ സ്വാതന്ത്ര്യം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടോ? ഞാൻ ആ കാര്യം ഇങ്ങനെ വളരെ ഗൗരവത്തോടെ വീണ്ടും ഓർക്കുകയായിരുന്നു. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ യഥാർത്ഥമായി അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശു ആ സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. കർത്താവ് സ്വാതന്ത്ര്യം നൽകും. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ യഥാർത്ഥ സ്വതന്ത്രരായി തീരും എന്ന് കർത്താവ് പറഞ്ഞു. യേശു വന്നതും പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശുവിന് എന്ത് ചെയ്യണം? വേർവിളിക്കണം, അല്ലേ? 1 തിമോഥെയോസ് 1:15 വായിക്കുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ
വചനം തന്നെ എല്ലാ മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ വേണ്ടി വന്നു എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്ന് പറയാൻ കാരണം? എല്ലാ മനുഷ്യരും ആരാണ്? പാപികളാണ്. എല്ലാ മനുഷ്യരും പാപികളായതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും രക്ഷകനെ ആവശ്യമുണ്ട്. അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും പാപികളാണെന്നും ആ പാപികളായിരിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, യേശു പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വരുന്നു എന്ന് വായിക്കുമ്പോ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു കാര്യം പാപത്തിൽ നിന്ന് ലഭിക്കുന്ന പാപക്ഷമയുടെ കാര്യമാണ്. അത് സത്യമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പാപക്ഷമ ലഭിക്കുന്നുണ്ട്, പാപം മോചിച്ചു കിട്ടുന്നു. പക്ഷെ പാപം മോചിച്ചു കിട്ടിയാൽ മാത്രം മതി. അതാണ് കർത്താവ് പറഞ്ഞത്. അവൻ നമുക്ക് പാപത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യം നൽകുന്നു. സാക്ഷാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പൊ യഥാർത്ഥ സ്വാതന്ത്ര്യം കർത്താവ് നൽകുന്നു പാപത്തിൽ നിന്ന്. അത് നൽകാൻ കർത്താവിന് കഴിയും. അത് കർത്താവിന്റെ വാഗ്ദത്തം കൂടെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവർ, ഈ പാപം മനുഷ്യ ജീവിതത്തിൽ പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന, പാപം കുടികൊള്ളുന്ന നമ്മുടെ അവസ്ഥ നമ്മുടെ ഹൃദയമാണ് എന്ന് നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മർക്കോസ് 7:20 മുതൽ. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് എത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകുന്നു. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്ന കാര്യം എന്താണ്? മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അല്ലേ? യഹൂദന്മാരൊക്കെ ഇന്ന് പല ആളുകളും, പ്രിയമുള്ളവരെ, തങ്ങളുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത് പുറമെയുള്ള കാര്യത്തിലാണ്. പുറമെയുള്ള ചില പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി സ്നാനം ചെയ്യുന്നതിലൂടെ, ചില കർമാദികളൊക്കെ ചെയ്യുന്നതിലൂടെ യഹൂദന്മാർ ചിന്തിച്ചു അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? കൈയൊക്കെ കഴുകുന്നു. അപ്പൊ കൈയൊക്കെ കഴുകിക്കഴിഞ്ഞാൽ അവരെന്തായി തീരും? ശുദ്ധീകരണം ലഭിക്കും, ശുദ്ധി പ്രാപിക്കുമെന്നാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്, അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ് എന്ന് കർത്താവ് പറഞ്ഞു. ഇനി അകത്തു നിന്ന് എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്? മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ എന്ത് ചെയ്യുന്നു? അശുദ്ധനാക്കുന്നു. അപ്പൊ ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്ന പാപം അത് മുഴുവൻ കുടികൊള്ളുന്ന സ്ഥലം ഏതാണ്? അത് മനുഷ്യന്റെ ഹൃദയമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായ ശുദ്ധീകരണം മനുഷ്യന് എവിടെയാണ് ആവശ്യമായിട്ടുള്ളത്? ഹൃദയത്തിലാണ്. അപ്പൊ ഹൃദയത്തിൽ ശുദ്ധീകരണം ലഭിക്കാനായിട്ട്, പ്രിയമുള്ളവരെ, ഏത് മതകർമ്മങ്ങൾ കൊണ്ടാണ് സാധിക്കുന്നത്? മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തി കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്? ഏതെങ്കിലും മതങ്ങൾക്ക് അത് അവകാശം പറയാൻ കഴിയുമോ? ഞങ്ങൾ ചെയ്യുന്ന ഇന്ന കാര്യം കൊണ്ട് നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് അവകാശം പറയാൻ ഏതെങ്കിലും മതങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. പക്ഷെ കഴിയുന്ന ഒരേ ഒരുവനുണ്ട്. അതാരാണ്? അത് രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ആ ഉറപ്പ് നൽകുന്നത്. ആ വചനം തരുന്ന ഉറപ്പ് എന്താണെന്ന് അറിയാമോ? ദൈവമക്കളുടെ വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, 25-26 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. വന്ന് ശ്രദ്ധിക്കുന്നേ, കർത്താവ് പറഞ്ഞു, ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? പുതിയൊരു ഹൃദയം തരും. അപ്പൊ പഴയ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണ്? പഴയ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണ്? അതാണ് ആദ്യം വായിച്ചത്. എന്താണ്? മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, വിടക്കുകണ്ണ്, ചതി, അതുപോലെ ദൂഷണം, അഹങ്കാരം, മൂഢത
ഈ പറയുന്നതെല്ലാം പഴയ ഹൃദയത്തിലുള്ള സാധനങ്ങളാണ്. പിന്നെയുള്ള ഈ സാധനങ്ങൾ എല്ലാം കൂടെ ഒറ്റയടിക്കല്ല പുറത്തേക്ക് വരുന്നത്. ഓരോന്നിനും അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം എന്നിൽ നിന്ന് പുറത്തു വന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ഉള്ളിൽ ഇല്ല എന്നല്ല. കാരണം അത് പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. സാഹചര്യം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യുന്നു അല്ലെ, അഹങ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ അവൻ അഹങ്കരിക്കുന്നു. ദൂഷണം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ദൂഷണം പറയുന്നു. ഇനിയിപ്പോ ഈ കാര്യമൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കി, ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് ദൂഷണം പറയുന്നത് ശരിയല്ല, ദൂഷണം പറയുന്നത് ശരിയല്ല എന്ന് നാം തിരിച്ചറിയുമ്പോ പ്രിയമുള്ളവർ, ഇതിനെയൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറമെ നാം എന്ത് ചെയ്യുന്നു, ഒരു നല്ലവനായിട്ട് കാണിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, പുറമെ ഞാൻ നല്ലവനായി കാണിച്ചാലും എന്റെ പുറം കണ്ട് പ്രസാദിക്കുന്ന ദൈവമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ദൈവം നോക്കുന്നത് എപ്പോഴും എവിടേക്കാണ്? അപ്പൊ ഹൃദയത്തിലേക്കാണ്. അപ്പൊ ദൈവമക്കളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. നമ്മൾ ഓർക്കണം, ഹൃദയ ശുദ്ധീകരണം നടന്നേ പറ്റുകയുള്ളൂ. ഹൃദയത്തിൽ മാലിന്യം വെച്ചുകൊണ്ട് അത് പുറത്തേക്ക് വരുന്നില്ല എന്ന കാരണം കൊണ്ട് നമ്മൾ വിശുദ്ധരാണെന്ന് ചിന്തിക്കുകയല്ല. അപ്പോ നമുക്കൊരു കഴുകൽ ഹൃദയത്തിൽ ആവശ്യമാണ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം അത് വാക്ക് പറഞ്ഞിരിക്കുന്നു. ആ വാഗ്ദത്തമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എന്താണ് ആ വാഗ്ദത്തം? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ദൈവമക്കളെ, ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന് തമാശ പറഞ്ഞായിരിക്കും. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരുമെന്ന് കർത്താവ് ഒരു തമാശ പറഞ്ഞതാണോ? അല്ല, ഉറപ്പായി പറഞ്ഞ, സത്യം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പുതിയ ഹൃദയം ശരിക്കും വേണ്ടേ, ഉണ്ടാകണ്ടേ? അല്ലേ? ദൈവമക്കളുടെ ഇടയിൽ എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്. എന്തെന്നറിയാവോ? കർത്താവ് വാഗ്ദത്തം തന്നിട്ടുണ്ട്, കർത്താവ് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വാഗ്ദത്തം മുറുകെ പിടിച്ചെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അല്ലേ? അപ്പൊ വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോ ഏത് വാഗ്ദത്തങ്ങളാണ് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത്? വിശ്വാസ കോളത്തിലുള്ള ആ ദൈവമക്കൾ ഏത് വാഗ്ദത്തമാണ് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഈ വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും ഈ വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഇത് വാഗ്ദത്തം അല്ലേ? ഇത് പ്രാർത്ഥിക്കേണ്ടതല്ലേ? ഇത് കർത്താവ് തരുമോ? തരും. അപ്പൊ സംഭവിക്കുന്നതെന്നറിയാവോ? ഇതൊന്നും സാധിക്കുന്ന കാര്യം അല്ല. അല്ലേ? മറ്റു രോഗങ്ങൾ മാറ്റും, അല്ലെങ്കിൽ നമ്മുടെ മറ്റു സാമ്പത്തിക സ്ഥിതി വ്യത്യാസപ്പെടുത്തും, നമുക്ക് ജോലി കിട്ടും, മറ്റു കാര്യങ്ങളൊക്കെ നടക്കും, കർത്താവ് ഉയർച്ച തന്നെ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഗ്ദത്തങ്ങൾ വചനങ്ങളൊക്കെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം എന്തല്ല, ഇത് മുറുകെ പിടിക്കേണ്ട കാര്യം ഇല്ല. പ്രിയമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ദൈവം നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുകയാണ്? വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ അങ്ങ് കുരുടാക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ എഫെസ്യർക്കാർക്ക് ആവർത്തിച്ച് ചിന്തിച്ചതാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോ സഭ അങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പുതിയ ഹൃദയം എന്ന് പറഞ്ഞിട്ട് നമ്മള് മത്തായി സുവിശേഷം 7:21 മുതലുള്ള വാക്യം എടുത്തു വെക്കുക. ഈ രണ്ട് വാക്യം, ഒന്ന് വാഗ്ദത്തം. വാഗ്ദത്തം ഏതാണ്? ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരും. ഇനി ഇപ്പോഴത്തെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണ് അതറിയാൻ വേണ്ടി മർക്കോസ് 7:21 മുതൽ എടുത്തു വെക്കുക, രണ്ടും കൂടെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ വായിക്കുക. മർക്കോസ് വായിച്ചിട്ട് നമ്മൾ വിലയിരുത്തണം, എന്റെ ഹൃദയം കർത്താവ് പറഞ്ഞതുപോലെ പൊതുതായോ? പൊതുതാകില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയൊക്കെ ആവോളൂ എന്നാണോ ചിന്തിക്കണ്ടേ? അല്ല, കർത്താവ് ഇത് പുതുക്കി തരും. കർത്താവ് ഈ പുതിയ ഹൃദയം തരും. നമ്മളെ കൊണ്ട് കഴിയില്ല, മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ഇത് കഴിയില്ല.
നമ്മളെ കൊണ്ട് ഹൃദയം നന്നാക്കാൻ കഴിയില്ല, പക്ഷെ കർത്താവിന് കഴിയും. പ്രിയമുള്ളവരെ, കർത്താവ് അത് ചെയ്യുന്ന വിധങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ? ഹൃദയങ്ങളെ കഴുകുന്ന വിധങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാക്യം ചിന്തിച്ചായിരുന്നു, എങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? യേശുക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കഴുകി. അപ്പോ രക്ഷയിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു കഴുകൽ അങ്ങ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്നത്. ഈ കഴുകൽ പ്രാപിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ആ ഹൃദയത്തിൽ ഈ വെളിച്ചം ലെവലേശം പോലും ഇല്ല. അതുകൊണ്ട് അവരാരും ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു കഴുകൽ നടന്നു. പക്ഷെ കഴുകൽ നടന്നെങ്കിലും ദൈവം വാക്കു പറഞ്ഞതുപോലെയുള്ള ആ തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. പക്ഷെ ഒരു കഴുകൽ നടന്നിട്ടുണ്ട്, അല്ലേ? നമ്മുടെ പഴയ ഹൃദയത്തിന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. ഇനി അതിന്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്കാണ് വരേണ്ടത്. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാലും യേശുക്രിസ്തുവിന്റെ നാമത്തിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 15-ന്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അപ്പോൾ യഹൂദന്മാർ അഭിമാനിച്ചിരുന്നു, അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ അഭിമാനിച്ചു, ഞങ്ങളുടെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തു. ജാതികളെ അവരെന്ത് ചെയ്തു? അവർ അവഗണിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചില പാപികളെ നമ്മൾ അങ്ങ് അവഗണിക്കുക. അവർക്കൊന്നും ഒരിക്കലും നന്നാകുകയില്ല. കാരണം ഞാനെന്തോ വലിയ കാര്യമുള്ളത് കൊണ്ട് ഞാൻ നന്നായി, അല്ലെ, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ മറ്റു ചില ആളുകളെ നമ്മൾ പാപികളായിട്ട് തന്നെ മുദ്രകുത്തി അവഗണിക്കുന്ന മനസ്സുണ്ടാകുന്നു. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. ഈ യഹൂദന്മാരിൽ നിന്ന് വന്നവർക്ക് ഈ ചിന്ത വന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ആ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം അറിയുന്ന ദൈവം. ദൈവത്തിന് അറിയാം ഈ ഹൃദയത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന്. ഈ പറയുന്ന ദുശ്ചിന്ത, പരസംഗം, വ്യഭിചാരം, മോഷണം, ഇടത്തുകണ്ണ്, ചതി, മൂഢത, ഭൂഷണം, അഹങ്കാരം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഹൃദയം എന്ന് ആർക്കറിയാം? ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിനറിയാം. ഈ ഹൃദയം പുതുക്കം വരാതെ ഒരിക്കലും ഒരുവന് നന്നാകാൻ പറ്റുകയില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഈ ഹൃദയം നന്നാക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നറിയാമോ? ഹൃദയങ്ങളെ അറിയുന്ന ദൈവം പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് എന്ത് ചെയ്തു? വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. ജാതികളിൽ നിന്ന് വിശ്വസിച്ചു വരുന്നവരുടെ ഹൃദയവും കർത്താവാണ് ശുദ്ധീകരിക്കുന്നത്. ഒരു മനുഷ്യനെ നമുക്ക് അവൻ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ദൈവം അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകി. എത്ര മ്ലേച്ഛമായ ഹൃദയമാണെങ്കിലും അതിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളവനാണ് സ്വർഗ്ഗത്തിലെ ദൈവം. അങ്ങനെ കഴിയുന്ന ഒരാളെ നമ്മൾ അവഗണിച്ചാലോ? അല്ലെ, നമുക്ക് ചെയ്യാത്ത കാര്യം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, വ്യക്തിയുടെ ഹൃദയം ആ വ്യക്തി പാപത്തിൽ കിടക്കുന്നു, ആ വ്യക്തിയെ കർത്താവെ അങ്ങേക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും, ആ വ്യക്തിയെ ശുദ്ധീകരിക്കാൻ കർത്താവിന് കഴിയും. അപ്പൊ ആ വ്യക്തി സുവിശേഷം കേൾക്കണം, യേശുവിനെ അറിയണം. അതിന്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മിൽ കിടക്കുകയാണ്. പോകട്ടെ. അപ്പോ എങ്ങനെയാണ് ഈ കഴുകൽ നടക്കുന്നത്? അത് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മളൊരു വാക്യങ്ങളെ വായിക്കുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളൊന്ന് വായിക്കാമോ? നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഞാൻ ആ വാക്ക് പുതിയ ഭാഷാന്തരത്തിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിങ്ങനെയാണ്, 6-7 വാക്യങ്ങൾ. നാം ചെയ്ത നീതി കർമ്മങ്ങളാലല്ല, മറിച്ച്
അവിടുത്തെ കരുണയാൽ തന്നെ പുതിയ ജന്മം നൽകുന്ന ശുദ്ധീകരണത്താലും, നമ്മൾ ആ വീട്ടിൽ ജനനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ ഭാഷ ശ്രദ്ധിച്ചോ, പുതിയ ജന്മം നൽകുന്ന ആ ശുദ്ധീകരണത്താലും പരിശുദ്ധാത്മാവിലൂടെയുള്ള നവീകരണത്താലും. അപ്പോ പുതിയ ജന്മം നൽകുന്ന ശുദ്ധീകരണം, വീണ്ടും ജനനം, പിന്നെന്താണ് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന നവീകരണം. അപ്പൊ ഈ ഹൃദയത്തെ നവീകരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് കഴിയും ഈ പറയുന്ന അശുദ്ധിയുള്ള ഹൃദയത്തെ നന്നാക്കാനായിട്ട്. പരിശുദ്ധാത്മാവിന് കഴിയും. ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ഈ വാഗ്ദത്തം നമ്മൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണ്ടേ? ഓരോരുത്തരും നമ്മുടെ ഹൃദയം, ഞാൻ ഇന്ന് രാവിലെ ഈ വചനം ലഭിച്ച ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്നെ ഹൃദയത്തിൽ നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഹൃദയത്തിലുള്ളതെന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഇനിയും കടുക ആവശ്യമാണ്. ആത്മാവിന്റെ നവീകരണം, പരിശുദ്ധാത്മാവിലൂടെയുള്ള നവീകരണം. ആ നവീകരണം അത് പൂർത്തീകരിക്കുന്ന കാര്യം ഏതാണ്? പുതിയ ഒരു ഹൃദയം കർത്താവ് നൽകുന്നു, അല്ലേ? ഞാൻ ഈ ഭാഷാന്തരത്തിന്റെ വാക്യം ശ്രദ്ധിച്ചല്ലോ. പരിശുദ്ധാത്മാവിലൂടെയുള്ള നവീകരണം. നവീകരണത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി ചൊരിഞ്ഞത്. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ എന്തിരിക്കുന്നു? ധാരാളമായിട്ട് ചൊരിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു വാക്ക് ഓർമ്മ വരേണ്ടത്. ഏത് വാക്കാണെന്നറിയാമോ? നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് നൽകും. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ മതിയോ? പോരാ. പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? അധികമായിട്ട് കിട്ടണം, അല്ലെ? നമുക്ക് വാക്കൊക്കെ ഇങ്ങനെ പറയാനേ പറ്റുകയുള്ളൂ. ഇനി അധികമായി കിട്ടുന്ന പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ അധികമായി കിട്ടുന്നത് എങ്ങനെയാണ് എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വചനം എഴുതി വെച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ എത്ര അധികം. അപ്പൊ അതിലൂടെ ഒരു കാര്യം മനസ്സിലാകും, ഈ അധികമായി കൂടുതലായി നാം പരിശുദ്ധാത്മാവിന്റെ ആ നിയന്ത്രണത്തിലേക്ക് വരുമ്പോ സംഭവിക്കുന്ന കാര്യം എന്നറിയാമോ? ഈ ശുദ്ധീകരണം കുറെ കൂടെ ആഴമായിട്ട് തീരുകയാണ്. ഹൃദയത്തിന്റെ നവീകരണം യഥാർത്ഥമായിട്ട് സംഭവിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോ പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷത്തിൽ ഒന്നുകൂടെ നിൽക്കുകയാണ്. ഹൃദയത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടു. എഗസ്കേലിൽ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. 36-ന്റെ 26-ാമത്തെ വചനം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. പിന്നെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പിന്നെ കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ദൈവമക്കളെ, വളരെ ഗൗരവമുള്ള ഒരു വാക്കാണിത്. ഈ പുതിയ ഹൃദയം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിക്ക് മുമ്പുള്ള ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? കല്ലായുള്ള ഹൃദയമാണ്. എങ്ങനെയുള്ള ഹൃദയമാണ്? കല്ലായുള്ള ഹൃദയം, അല്ലെ? ഇപ്പൊ കർത്താവ് വാക്ക് പറഞ്ഞ പുതിയ ഹൃദയം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഏതവസ്ഥയിലായിരിക്കും? കല്ലായുള്ള ഹൃദയമായിരിക്കും. എന്താണ് കല്ലായുള്ള ഹൃദയത്തിന്റെ അവസ്ഥ? കല്ലായുള്ള ഹൃദയം ഒരിക്കലും ഉടയപ്പെടുന്നില്ല. എത്ര ദൈവവചനം കേട്ടാലും ആ ഹൃദയത്തിൽ എന്ത് വരുന്നില്ല? ഉടയപ്പെടുന്നില്ല, അല്ലേ? ആ ഹൃദയത്തിൽ തളർച്ചയുണ്ടാകുന്നില്ല. പാപത്തിന്റെ ലിസ്റ്റൊക്കെ ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ഓരോന്ന് വരച്ചു വെക്കുമ്പോ ഇതിൽ പലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ ഒരു തകർച്ച വരുന്നില്ല. ഇതൊന്നും ഇല്ലാത്തതുപോലെ നമ്മൾ ഇരിക്കുന്നു. ഇതൊന്നും നമ്മൾ ഇല്ലാത്തതുപോലെ നാം കേൾക്കുന്നു. ഇപ്പൊ പ്രിയമുള്ളവരെ, മർക്കോസ് സുവിശേഷം 7:21 മുതലുള്ള വാക്കുകൾ നാം വായിക്കുമ്പോ അതിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ഹൃദയം തകരുന്നുണ്ടോ? തകരുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ജഡത്തിൽ നിന്ന് മാറണം. കർത്താവെ, വചനം കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തിന് ഒരു തകർച്ച വരുന്നില്ല. തകർച്ച വരുന്നില്ല എന്ന് മാത്രമാണോ? വചനം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ?
അല്ലെ? ഒരു കൂട്ടം ആളുകൾ ഗ്രഹിക്കുന്നു, ഒരു കൂട്ടം ആളുകൾക്ക് വചനം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രഹിക്കാൻ പറ്റുന്നില്ല. സത്യമാണോ? അല്ലേ? കർത്താവ് പറഞ്ഞു, വിത്ത് വിതച്ചപ്പോ ചിലത് എവിടെ വീണു? പാറസ്ഥലത്ത് വീണു. അല്ലെ? പ്രയോജനം ഉണ്ടായോ? പാറസ്ഥലത്ത് വീണിട്ട് പ്രയോജനം ഉണ്ടായപ്പോ കല്ലായുള്ള ഹൃദയത്തിൽ വചനം വീണതുകൊണ്ട് പ്രയോജനമുണ്ടോ? പ്രിയമുള്ളവർ, എത്ര വർഷങ്ങളായി വചനം കേൾക്കുന്ന ആളുകളാണ് ഈ തെറ്റിപ്പോകുന്നത്. പ്രിയമുള്ളവരെ, ആ തെറ്റിപ്പോകുക എന്ന് പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഒരുപക്ഷെ തെറ്റിപ്പോയ ആളുകളെ നോക്കി നമുക്ക് പറയാം, അവര് തെറ്റിപ്പോയി എന്ന് പറയാം. നമുക്കും ഒരു സാഹചര്യം നമ്മളെങ്ങനെയായിരിക്കും? അതാണ് ചിന്തിക്കേണ്ടത്. അല്ലേ? ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി, ഭാര്യ ഭർത്താവ് നമ്മളൊരു പ്രശ്നം ഉണ്ടായി വിചാരിക്കുക. നമ്മുടെ വീട്ടിൽ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ എന്താണ്, കല്ലായുള്ള ഹൃദയമൊന്നും അല്ലാതെ നമ്മൾ ചിന്തിക്കുകയാണ്. ഇനി നാളെ കുര്യാച്ചനും ലിസിയായിട്ട് വഴക്കുണ്ടായി, അല്ലെങ്കിൽ ലിസിയനോട് വഴക്കുണ്ടാക്കി, ഞാൻ ലിസിയോട് വഴക്കുണ്ടാക്കി. അപ്പൊ ഞങ്ങളുടെ കുടുംബാവസ്ഥ എന്താണ്? അപ്പൊ ഞങ്ങൾ അവിടെ ക്ഷമിക്കുന്നുണ്ടോ? ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നാവിനെ അടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അല്ലേ? അതോ ലിസി പറയുന്നതിന് അപ്പുറമായിട്ട് ഞാൻ സംസാരിക്കുന്നയാളാണോ? ഞാൻ പറയുന്നതിന് അപ്പുറമായി ലിസി സംസാരിക്കുന്ന അവസ്ഥയാണോ? ആണെങ്കിൽ തിരിച്ചറിയേണ്ടതെന്നറിയാമോ? ഇതുവരെ ഒരു സാഹചര്യം വന്നില്ല, അതുകൊണ്ട് ക്രിയാക്കൾ നല്ലതായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നല്ലതാണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നില്ല. സാഹചര്യം വന്നപ്പോഴോ? സാഹചര്യം വന്നപ്പോ നമ്മൾ അവരെ പോലെ തന്നെ ആളുകയാണ്. ഇതല്ലേ ഇത് സമൂഹത്തിൽ കാണുന്നത്, സഭകളിൽ കാണുന്നത്. അപ്പൊ പ്രിയമുള്ളവർ, ഇതിനുള്ള മാർഗം എന്താണ്? ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വചനമാണല്ലോ. എന്താണ് വചനം? കല്ലായുള്ള ഹൃദയത്തെ മാറ്റിത്തരാം, മാംസമായുള്ള ഹൃദയം തരാം. ഈ വചനം കേൾക്കുമ്പോ തകരുന്ന ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം ഏതാണ്? ഇതിനു വേണ്ടിയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഇതിനു വേണ്ടിയാണ് ദൈവത്തെ കൂടുതൽ ആശ്രയിക്കേണ്ടത്. ഇവിടെയാണ് കർത്താവിന്റെ വാഗ്ദത്തം നിലനിൽക്കുന്നു. യേശു പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളവർ ആകും. അതുവരെ നമ്മൾ ഒരു കപടതയുടെ മുഖത്തായിരിക്കും, ഒരു കാപട്യം കൊണ്ട്, അല്ലെ, പുറമേ ഉള്ള ഒരു ഭക്തിയുടെ വേഷം കൊണ്ട്. പ്രിയമുള്ളവരെ, അകത്തുള്ളതിനൊക്കെ നമ്മൾ മറച്ചു വെച്ച് പുറമേ ഒരു നല്ലവനായി കാണുന്ന അവസ്ഥയായിരിക്കും. സാഹചര്യങ്ങൾ വരാത്തത് കൊണ്ട് അകത്തുള്ള പലതും പുറത്തേക്ക് വരുന്നില്ല. സാഹചര്യം വരുമ്പോ അവരെ പോലെയൊക്കെ നമ്മളും തെറ്റിപ്പോകാൻ വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ ഓർക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ വ്യക്തിപരമായി, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ചിരുന്ന പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കണം. വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. എനിക്കൊരു, പ്രിയമുള്ളവരെ, നമ്മൾ ആ വാക്യം നടന്ന് വായിച്ച്, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. എഗസ്കേപ്പിന്റെ പുസ്തകം 11-ാം അധ്യായം എടുക്കാമോ? 11-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 11-ന്റെ എഗസ്കേപ്പ് 11-19. അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിനെ ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ഈ വചനം ആവർത്തിക്കുന്നത് കണ്ടോ? അല്ലേ? അവിടെ വായിച്ചിട്ടാണ്, അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായി വിധിക്കും. ഇനി 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, 21-ാം വാക്യം. എന്നാൽ തങ്ങളുടെ മലിനബിംബങ്ങളുടെയും മ്ലേച്ഛ വിഗ്രഹങ്ങളുടെയും ഇഷ്ടമനുസരിച്ച് നടക്കുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിനെ തക്കവണ്ണം അവരെ തലമേൽ പകരം കൊടുക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്താണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് ഇപ്പൊ മനസ്സിലായത്? നമ്മള് ഇതുവരെ കേട്ടോണ്ടിരുന്നു ദൈവം എന്ത് ചെയ്യുമെന്ന്, പുതിയ ഹൃദയം തരുമെന്ന്. പക്ഷെ ഇപ്പൊ നമ്മൾ വായിച്ചു 21-ാം വാക്യം എന്താണ്? ദൈവം ചിലർക്ക് പുതിയ ഹൃദയം കൊടുക്കൂല. മനസ്സിലായോ? പക്ഷെ മനസ്സിലായോ? ദൈവം പുതിയ ഹൃദയം തരാമെന്ന് വാക്ക് പറഞ്ഞപ്പോ നമ്മളെല്ലാവരും സന്തോഷിച്ചു. എല്ലാവർക്കും ദൈവം എന്ത് ചെയ്യും? പുതിയ ഹൃദയം കൊടുക്കും, അല്ലേ? പക്ഷെ 21-ാമത്തെ വാക്യം എന്താണ്? പുതിയ ഹൃദയം കൊടുക്കൂല. എന്റെ ആശയം, എന്റെ കാരണം എന്നറിയാമോ? ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ മലിന ബിംബങ്ങളുടെയും മ്ലേച്ഛ വിഗ്രഹങ്ങളുടെയും ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവർക്ക്
എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഹൃദയം ആഗ്രഹിക്കാത്തവർക്ക്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മനസ്സില്ലാത്തവർക്ക്, പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കാൻ മനസ്സില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, ഞാൻ അവരുടെ ആ പാപത്തിന് തക്കവണ്ണം അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് പുതിയ ഹൃദയം കൊടുക്കുമെന്ന്. അപ്പൊ പുതിയ ഹൃദയം ആർക്കാ കൊടുക്കുന്നത്? പുതിയ ഹൃദയം അല്ലേ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു ആഗ്രഹം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഒരു മനസ്സ്, പ്രിയമുള്ളവരെ, ദൈവഹിതം അനുസരിക്കാൻ ഒരു മനസ്സ് ആർക്കുണ്ട്? ആത്മീയമായി വളരാൻ ആഗ്രഹം ആർക്കുണ്ട്? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ എത്ര പേരെ ഉള്ളിൽ ആഗ്രഹമുണ്ട്? അവർക്കാണ് ഇത് കൊടുക്കുന്നത്. എന്നാൽ ഈ വചനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും ഇത് ലഭിക്കുന്നില്ല. നിങ്ങൾ എത്ര പേരത് മനസ്സിലാക്കി? നിങ്ങളുടെ സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? അല്ലേ? അപ്പൊ അതിലൂടെ ആഗ്രഹിക്കുന്ന മനസ്സുകളെ ദൈവം ചെയ്യുന്നുണ്ട്, തൃപ്തരാക്കും. ദൈവം ആ കാര്യത്തിൽ നമ്മെ സഹായിക്കും എന്നുള്ളതിന് നമുക്ക് കുറെ കൂടെ ഉറപ്പ് നൽകുകയാണ്. പഴയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ദൈവം ഈ പ്രമാണങ്ങളൊക്കെ കൊടുക്കുമ്പോ ദൈവർക്ക് കൊടുത്ത കൽപ്പനകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പുതിയ നിയമസഭയ്ക്ക് ലഭിച്ച ആശയം ആവർത്തനം 30-ാം അധ്യായത്തിന്റെ, ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 30-ന്റെ 6-ാമത്തെ വാക്യം നിന്ന് വായിക്കാം. 30-ന്റെ 6. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദനം ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ഇപ്പൊ എന്താ വായിച്ചു കേട്ടെ? അതായത് ഇസ്രായേലിന് കൽപ്പന കൊടുത്തല്ലോ, അവര് കൽപ്പന എന്ത് ചെയ്യണം? അനുസരിക്കണം. അവർക്ക് അനുസരിക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ല. ഇത് ആർക്കറിയാം? ദൈവത്തിന് അറിയായിരുന്നു. അത് ഇവരെ കൊണ്ട് കഴിയില്ലെന്ന് അറിയാമായിരുന്നു. ദൈവം അവരോടൊരു വാഗ്ദത്തം കൂടെ കൊടുത്തായിരുന്നു. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഞാൻ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും ചെയ്യും, പരിച്ഛേദനം ചെയ്യും എന്ന് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു, അല്ലേ? അപ്പോ ഈ ഹൃദയം പരിച്ഛേദന നടക്കുന്നതിന് പുറമേ ഒരു അടയാളമായിട്ട് കൊടുത്തിരുന്നു, പരിച്ഛേദന കൊടുത്തിരുന്നു, അല്ലേ? പുറമെ ശരീരത്തിൽ ഒരു അടയാളം. എന്താണ് പരിച്ഛേദന? ആ പരിച്ഛേദന വാസ്തവത്തിൽ എന്തിന്റെ നിഴലാണ്? അകമേ നടക്കേണ്ട ഹൃദയ പരിച്ഛേദനയുടെ നിഴലാണ്. അപ്പൊ ശരിക്കും വേണ്ട പരിച്ഛേദന ഏതാണ്? അകത്ത വേണ്ടിയത്. അകത്ത് നടക്കുന്നതിന്റെ ഒരു നിഴലാണ് പുറത്തുള്ള പരിച്ഛേദന. പക്ഷെ ഇവര് സൗകര്യപൂർവ്വം ഏത് കാര്യം വിട്ടു കളഞ്ഞു? അകത്തെ പരിച്ഛേദനയെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. പിന്നെ ഏതാണ്? 8-ാം നാളിൽ എന്ത് ചെയ്യണം? പരിച്ഛേദനയേക്കണം. അതവൻ ഉയർത്തിപ്പിടിച്ചു. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ പരിച്ഛേദനയുള്ളവരാണ്. 8-ാം നാളിൽ പരിച്ഛേദനയേൽക്കണമെന്ന കാര്യം ഉയർത്തിപ്പിടിച്ചു. പക്ഷെ ആ പരിച്ഛേദന കർത്താവ് വാക്ക് പറഞ്ഞപ്പോ ദൈവത്തെ സേവിക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ, ദൈവത്തെ അനുസരിക്കാൻ ഹൃദയ പരിച്ഛേദന നടന്നെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം വിട്ടു. മനസ്സിലായോ? അല്ലേ? ഇത് തന്നെയല്ലേ പുതിയ നിയമസഭയ്ക്കും? അല്ലേ? അല്ലേ? നമ്മള് സ്നാനത്തിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷിക്കപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. സ്നാനത്തിന്റെ കാര്യം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സ്നാനത്തിന്റെ കാര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ വാസ്തവത്തിൽ സ്നാനം എന്തിന്റെ നിഴലായിട്ടാണ് നിൽക്കുന്നത്? ജഡത്തിൽ നമ്മൾ ഈ സ്നാനം ഏൽക്കുമ്പോൾ ശരീരം വെള്ളത്തിൽ മുങ്ങുമ്പോ ശരിക്കും അതിക്ക് മുമ്പ് നടക്കേണ്ട കാര്യം എന്താണ്? അതിക്ക് മുമ്പ് നമ്മൾ ശരിക്കും മരണം, അല്ലേ? കാരണം പാപം സംബന്ധിച്ച് എന്ത് ചെയ്തു? മരിച്ചു. അകത്ത് പാപം സംബന്ധിച്ച മരണം നടന്നു. പ്രിയമുള്ളവരെ, പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, പാപം സംബന്ധിച്ച് മരിച്ചു. മരിച്ചതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുകയാണ്? അടക്കുകയാണ്. അതുകൊണ്ട് റോമായൻ ചോദിക്കുന്നത്, പാപ സംബന്ധമായി മരിച്ചവരായ നിങ്ങൾ ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? നിങ്ങൾക്ക് എങ്ങനെ തുടരാൻ പറ്റുമെന്ന് ചോദിക്കുന്നേ?
അപ്പൊ നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകണം, ഞാൻ പാപം സംബന്ധിച്ചു മരിച്ചു, പോകട്ടെ, അപ്പൊ മടങ്ങി വരാം. അപ്പൊ ദൈവം അവരോട് ഹൃദയ പരിച്ഛേദനയുടെ കാര്യം പറഞ്ഞു. പക്ഷെ അവരാ കാര്യം തള്ളി, അവരത് ഉൾക്കൊണ്ടില്ല. റോമാലേഖനത്തിലേക്ക് വരുമ്പോ പുതിയ നിയമസഭയോട് പറയുന്ന വാക്കുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാമോ? റോമാലേഖനം 2-ാം അധ്യായം അതിന് 28-29 വാക്യങ്ങൾ. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവനെ മനുഷ്യരാലല്ല. അവന് ആർക്കാണ് എവിടെ? ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പൊ ദൈവത്താലുള്ള പുകഴ്ച ലഭിക്കാൻ, ദൈവത്താലുള്ള അംഗീകാരം ലഭിക്കാൻ പ്രിയമുള്ള എന്തു വേണം? ഹൃദയത്തിൽ പരിച്ഛേദന ഏൽക്കണം. ഈ റോമാലേഖനം 2-ാം അധ്യായത്തിലെ പ്രധാന വിഷയം എന്നറിയാമോ? യഹൂദന്മാർ മുഴുവൻ പാപത്തിന്റെ കീഴിലാണ്. അവർ പരിച്ഛേദന ഏറ്റവരാണ്. പക്ഷെ ഏത് പരിച്ഛേദന വന്നില്ല? ഹൃദയ പരിച്ഛേദന വന്നില്ല. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ഈ കാര്യം ശക്തമായ ഒരു വാഗ്ദത്തമായിട്ട് നൽകിയിരിക്കുകയാണ്. ദൈവങ്ങളെ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനും ഈ ഹൃദയ പരിച്ഛേദന നൽകണം. ആ പരിച്ഛേദന എങ്ങനെയാണ്? ആത്മാവിനാലുള്ള പരിച്ഛേദന. അങ്ങനെയുള്ള വാക്ക് വായിച്ച്, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. ഇനി ആത്മാവിനെ നടക്കുന്ന പരിച്ഛേദനയെ കുറിച്ച് നമ്മൾ ആദ്യം ചില വാക്യങ്ങളൊക്കെ വായിച്ചില്ലേ? അതിൽ ഏതെങ്കിലും ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? നമ്മുടെ ആത്മാവിൽ നടക്കുന്ന പരിച്ഛേദനയുടെ കാര്യം അപ്പോസ്തല പ്രവൃത്തി 15:8 വായിച്ചു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അവർക്ക് നൽകിയതുപോലെ നമുക്ക് നൽകിയതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. അഥവാ ഹൃദയ പരിച്ഛേദന കർത്താവ് നടത്തുക പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്. അപ്പൊ ഈ വാഗ്ദത്വം പഴയ നിയമ ഇസ്രായേലിനുണ്ടായിരുന്നു. അവരത് എന്ത് ചെയ്തില്ല? അവരത് പ്രാപിച്ചില്ല. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേര് ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പ്രവചിച്ചത് ആരാണ്? പുതിയ നിയമത്തിലെ പ്രവാചകനാണോ? അല്ല, യോവേൽ പ്രവാചകനാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേര് എന്റെ ആത്മാവിനെ പകരും. ഈ വചനം പത്രോസ് അപ്പോസ്തലൻ എപ്പോഴാണ് കോട്ട് ചെയ്യുന്നത്? എപ്പോഴാണ് ഈ വചനം ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നത്? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പകരപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ്. നാടെന്ന് പറഞ്ഞു പുതുവീഞ്ഞ് കുടിച്ചവരാണ്. ഇവര് രക്കുകെട്ട് പിച്ചുമേയും പറയുകയാണ്. പത്രോസ് പറഞ്ഞ അല്ല സഹോദരങ്ങളെ, ഇത് പിച്ചുമേയും പറയുന്നതല്ല, ഇത് യോവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത വചനമാണ്. എന്താണ് വചനം? അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യും? പ്രവചിക്കും. പ്രിയമുള്ളവർ, ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് പത്രോസ് തന്റെ പ്രസംഗം പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ആരിലേക്കാണ് ആ പ്രസംഗം വന്നത്? യേശു ക്രിസ്തുവിലേക്കാണ്. പ്രിയമുള്ളവരെ, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്ക് തന്നു. ഇത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അയ്യോ, ഞങ്ങൾ പറഞ്ഞത് തെറ്റി. അവർ പറഞ്ഞു പുതുവീഞ്ഞ് കുടിച്ചവരാണെന്ന് പറഞ്ഞ് പരിഹസിച്ച ജനത്തോട് ഈ വാക്ക് പറഞ്ഞപ്പോ ഇത് യോവേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനമാണെന്നും യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ പരിശുദ്ധാത്മാവിനെ ആ വാഗ്ദത്തം നിങ്ങൾക്ക് പകർന്നു തന്നു. അതാണ് നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? അവിടെ കുത്തുകൊണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിനെതിരെ അവർ സംസാരിച്ചു. അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ? അവർ പരിഹസിച്ചു. അത് ഈ വാക്ക് കേട്ടപ്പോ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. വേറൊരു കാര്യം കൂടെ പത്രോസ് പറഞ്ഞു. എന്നറിയാവോ? നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം ചെയ്യുന്ന ഉയർത്തെഴുന്നേൽപ്പിച്ച്. ഇതിനു വേണ്ട ഉയർത്തെഴുന്നേൽപ്പിച്ച്? കാരണം നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയിട്ടാണ്. യേശു സ്വർഗത്തിലേക്ക് കയറി പോയിട്ട് എന്ത് തന്നു? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ഉടനെ ജനം ചോദിച്ച ചോദ്യം എന്നറിയാമോ? ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ആ വാക്കിന്റെ ആശയം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, അന്ത്യകാലത്ത് സകല ഇടത്തിന്റെ മേലും ആത്മാവിനെ പകരുമെങ്കിൽ ഈ ആത്മാവിനെ ലഭിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതല്ലേ ആ ചോദ്യം. ശരിക്കുന്നുള്ളത് ശാന്തമായിട്ട് പരിശോധിക്കുക. ശാന്തമായി ശ്രദ്ധിച്ചാൽ ഈ ചോദ്യം ഉള്ളിൽ നിന്ന് വന്ന് ഇത് യോവേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനമാണെങ്കിൽ
ഇത് സകല ജഡത്തിന്റെ മേലും പകരപ്പെടുന്നതാണെങ്കിൽ ഈ ആത്മാവിനെ ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്കും കിട്ടും. അത്ര വ്യക്തമാണ് അല്ലേ? നിങ്ങൾക്ക് അപ്പൊ പ്രിയമുള്ളവർ ഓർക്കണം, സ്നാനത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെ എന്താണ്? പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ ഒരു കൂട്ടം ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അപ്പോസ്തലന് ചോദിക്കാൻ വേറെ ചോദ്യമൊന്നുമില്ലായിരുന്നു. കാരണം എന്താ? ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ ഈ ആത്മാവിന് നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം വീണ്ടും ജനിച്ചപ്പോ ഈ ആത്മാവ് കൂടി വന്നതാണ്. എന്നാൽ ഈ ആത്മാവിന് ധാരാളമായി പകരുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് ഈ ഹൃദയ ശുദ്ധീകരണത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. ആ ധാരാളമായി ലഭിച്ച നവീകരണം അത് സംഭവിക്കണം. ഇവിടെ ഒരു കൂട്ടരോട് ചോദിക്കുക, വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, ആത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? എന്റെ കാര്യം എന്താണെന്നറിയാവോ? കർത്താവ് കൽപ്പിച്ച സ്നാനമാണെങ്കിൽ ആ സ്നാനം നടത്തുന്ന ശിഷ്യന്മാര് പറയും, ദേവദാസന്മാര് പറയും, മക്കളെ നിങ്ങൾ സ്നാനപ്പെട്ടാൽ ഉടനെ എന്ത് ചെയ്തോളണം? ഇത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള വേണ്ടിയാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതുകൊണ്ട് ദൈവമക്കളെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പ്രാപിക്കാത്തവർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ആത്മാവിന്റെ ആ ധാരാളമായ അനുഭവം എനിക്ക് വേണം. ഹൃദയ ശുദ്ധീകരണം പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകരുന്നതിന്റെ ഒരു പ്രധാന കാര്യം നമ്മുടെ ഹൃദയ ശുദ്ധീകരണമാണ്. ഇന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ആത്മീയ ലോകത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ ധാരാളമായി പ്രാപിക്കണം, ആത്മസ്നാനം പ്രാപിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോ എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ആള് ധരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കൈയടിച്ച് പാട്ടൊക്കെ പാടി നന്നായിട്ട് ദൈവത്തെ ചെയ്യും, അതിലൊന്നും കുഴപ്പമില്ല, ആത്മാവിലൊക്കെ ആരാധിക്കുക. രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ഹൃദയ ശുദ്ധീകരണം യഥാർത്ഥമായി നടക്കണം. രണ്ട്, നാം കർത്താവിന്റെ സാക്ഷികളാകണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകണം. ഹൃദയ ശുദ്ധീകരണം നടന്നത് പരിശുദ്ധാത്മാവിനാലാണ് ഇത് സാധ്യമായിട്ട് തീരുന്നത്. അപ്പൊ നമ്മൾ വായിച്ച വാക്കുകൾ നിങ്ങൾ ഇനി അത് മറന്നു പോകുകയില്ലല്ലോ. അവിടെ പറയുന്നു, ഞാൻ നിന്റെ ദൈവമായി നീ ജീവിച്ചിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും എന്ത് ചെയ്യുമെന്ന്? പരിച്ഛേദന ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യഥാർത്ഥമായി ആത്മാവിനാലുള്ള ഒരു പരിച്ഛേദനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്? നമ്മുടെ ഈ വാക്യങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിച്ച് തിരിച്ച് ഒരു വചനം കൊണ്ട് തന്നെയാണ് നമ്മളത് തെളിയിക്കുന്നില്ലേ. നമുക്കതിനകത്ത് ഒത്തിരി രസമൊന്നും ഉണ്ടാകുകയില്ല അല്ലേ? ചിരിക്കാനും അല്ലെങ്കിൽ മറ്റു നിലയിലൊന്നും ഒത്തിരി കാണില്ല. പക്ഷെ ഇതിന്റെ കാതലല്ലേ അല്ലെ? കാതലായ കാര്യം. ഇത് വീടൊന്നുകൂടെ ഇത് പറയാൻ കേൾപ്പിച്ചൊരു കാര്യം ഇതാണ്. ഇത് നമുക്ക് വേറെ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിക്കണം. കർത്താവെ, പുതിയ ഹൃദയം ലഭിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? ശുദ്ധീകരണം അല്ലെ? ഈ മത്തായി 7 പറയുന്ന ആ തിന്മയുടെ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ്? മോചനം ഉണ്ടാകുകയാണ്. കല്ലായുള്ള ഹൃദയം മാറുകയാണ്. കല്ലായുള്ള ഹൃദയം മാറിയാൽ ഉറപ്പാണ് ഈ വചനമൊക്കെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സംഗ്രഹിക്കാൻ പറ്റും. വചനം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. വചനത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. വചനം നമുക്ക് ആഹാരമായിട്ട് തീരും അല്ലേ? കട്ടിയുടെ ആഹാരം വളർച്ചയുടെ പ്രധാന ഭാഗമാണ്. കാലം നോക്കിയാൽ നിങ്ങൾക്ക് ആരാണ്? ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവര് ഇപ്പോൾ ശിശുക്കളായിരിക്കുന്നു. ഇപ്പൊ ശിശുവിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്തായിത്തീരുകയാണ്? വളർച്ചയിലേക്ക് വരികയാണ്. ഇനി ആ പുതിയ ഹൃദയം ലഭിക്കുമ്പോ പൗലോസ് അപ്പോസ്തലന്റെ മറ്റൊരു വാക്ക് നമുക്കൊന്ന് ഉപയോഗിക്കാം, കാണാം. ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വചനമാണ്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. പുതിയ നിയമ സഭയോട് പറയുന്ന വാക്ക് കണ്ടോ? സഭയിലുള്ളവർ വാസ്തവത്തിൽ ആരാണ്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു.
അല്ലേ? അപ്പോ ആ ഹൃദയ പരിച്ഛേദന നടന്ന് പരിശുദ്ധാത്മാവിനാലുള്ള ധാരാളമായിരിക്കുന്ന ഈ നവീകരണം നമ്മുടെ അകത്ത് സംഭവിക്കുമ്പോ നമുക്ക് ആരുടെ മനസ്സ് കിട്ടുകയാണ്? ക്രിസ്തുവിന്റെ മനസ്സ് കിട്ടുകയാണ്. ശ്രദ്ധിച്ചു നോക്കിക്കേ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ അല്ലേ? ഇത് പുതിയ നിയമസഭയോട് നിങ്ങൾ ഇങ്ങനെ ആകണമെന്ന് കൽപ്പനയല്ല കൊടുത്തേക്കുന്നത്. നമ്മൾ ആരാണ്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. അപ്പൊ ഇത് വായിച്ചിട്ട് നാം നമ്മിലേക്ക് നോക്കണം. ക്രിസ്തുവിന്റെ മനസ്സുള്ള ആളാണോ ഞാൻ? നമുക്ക് അങ്ങനെ ഒരു മനസ്സ് കിട്ടിയോ? ഇത് കിട്ടാതിരിക്കുമ്പോഴും അതിനെ ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥയാണ് അപകടം, അല്ലേ? ദാവീദ് ഒരിക്കൽ തന്റെ ഹൃദയത്തിന്റെ നിലവാരം തിരിച്ചറിഞ്ഞു, അല്ലേ? ഞാൻ എത്ര ഭക്തനാണ്, ദൈവം എത്ര സാക്ഷിയൊക്കെ പറഞ്ഞ് ശരിയാണെങ്കിലും എന്റെ ഹൃദയം മോശമാണെന്ന് ആരും തിരിച്ചറിഞ്ഞു. എന്നിട്ട് ദാവീദ് ദൈവത്തോട് കഴിച്ചൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിർമ്മലമായൊരു ഹൃദയം എന്ത് ചെയ്യണമെന്ന്? സൃഷ്ടിക്കണമെന്ന്, അല്ലെ? ദൈവത്തോട് പറയാം, ദൈവമേ. എന്താ ദാവീദ് ഇങ്ങനെ പറയാൻ കാരണം? ദാവീദിന് എങ്ങനെയാണ് ഈ ഉറപ്പ് ലഭിക്കുന്നത്? ദൈവം അങ്ങനെയൊക്കെ ചെയ്യൂ? അതിനറിയാം, ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഹൃദയം പരിശോധന ചെയ്യാം, പുതിയ ഹൃദയം ദൈവം വാക്ക് പറഞ്ഞു. ഇങ്ങനൊരു ഹൃദയം ലഭിക്കാതെ വാക്കൊന്ന് വായിച്ചു നോക്കിയേ. സങ്കീർത്തനം 51 10 വാക്യം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51 അധ്യായം അതിന്റെ 10 വാക്യം. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ചേ. എന്നിൽ എന്ത് ചെയ്യണം? സൃഷ്ടിക്കണം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ആത്മാർത്ഥമായിട്ട് കർത്താവേ, എനിക്കൊരു നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കണം. കർത്താവ് ഇന്ത്യയുടെ ഹൃദയം അങ്ങനെ തന്നെങ്കിലേ ഉള്ളൂ. ദൈവം സൃഷ്ടിക്കണം. ഈ കല്ലായുള്ളതിനെ മാറ്റണം. ഈ മാംസളമായ ഹൃദയം എനിക്ക് വേണം. നിർമ്മലമായ ഒരു ഹൃദയവിനെ സൃഷ്ടിച്ച്, അടുത്ത വാക്ക്, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. പുതിയ ദൈവത്തിലേക്ക് ആ വാഗ്ദത്തം വളരെ വ്യക്തമാണ്. എന്നറിയാമോ? എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ ആത്മാവിനെ തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അധിവാസം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? റോമാലേഖനം 8 അധ്യായത്തിന്റെ 9 വാക്യം. റോമാലേഖനം 8 അധ്യായം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോ, പുതിയ നിയമ വിശ്വാസിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 8:9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല. ആത്മസ്വഭാവമുള്ളവരാണ്. സ്വഭാവം എങ്ങനെയാ മാറുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ആത്മാവിന്റെ അധിവാസം നമ്മിൽ സ്ഥിരമായി ഉണ്ടാകുമ്പോ, ആത്മാവിന്റെ നവീകരണം ധാരാളമായി, പരിശുദ്ധാത്മാവിനെ ധാരാളമായി നാം അനുഭവിക്കുമ്പോ അതിന്റെ ഫലമാണ് സ്വഭാവം മാറുന്നു. നമ്മൾ മാറ്റുകയല്ല. അപ്പൊ വാക്ക് ശ്രദ്ധിച്ചോ? സ്വഭാവത്തെ നമ്മൾ എന്ത് ചെയ്യുകയല്ല, മാറ്റുകയല്ല. അതിന് എത്രക്ക് പറ്റും മാറ്റാനായിട്ട്? മറ്റുള്ള മതങ്ങളിൽ നിന്ന് എന്താ ക്രിസ്തുമാർഗത്തിന്റെ സവിശേഷത? മറ്റു മതങ്ങളൊക്കെ പറയുന്നത് എന്താ? നിങ്ങൾ നന്നാകുന്നാണ്, അല്ലേ? എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ നന്നാകുന്നല്ല, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? പുതിയ ഹൃദയം തരാം. ഞാൻ നിങ്ങളെ നന്നാക്കാം. ഞാൻ നിങ്ങളെ നന്നാക്കിയിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി നടക്കണമെന്നാണ്. നിങ്ങൾക്ക് ആ ആശയം മനസ്സിലായോ? കർത്താവ് നമ്മെ പുതുതാക്കിയിട്ട് നമ്മോട് പറയുകയാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായി നടക്കണമെന്നാണ്, അല്ലെ? അപ്പൊ ആ കൽപ്പനയ്ക്ക് കുഴപ്പമുണ്ടോ? പഴയ ഹൃദയം മാറ്റിയിട്ട് പുതിയ ഹൃദയം എന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്? പഴയ അവസ്ഥയിലേക്ക് പോകരുത്, അല്ലേ? അത് വ്യക്തമാക്കുന്ന ഒരു വചനമാണ് 1 പത്രോസ് 1:2-3 വാക്യങ്ങൾ. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച ആത്മാവിനാലുള്ള, പുതിയ ഭാഷാന്തരം ക്ലിയറാണ്, പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാൻ. അപ്പൊ അനുസരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു ദിവസം മുഴുവൻ നിന്ന് പ്രസംഗിച്ചിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, പാസ് ഇതൊക്കെ പാസ് അനുസരിക്കുന്നുള്ളത് എന്തായിരിക്കും ഉത്തരം? ഇത് മുഴുവൻ. അപ്പൊ ഇതിന്റെ അനുസരണം പൂർണ്ണമായി എന്നിലൂടെ വെളിപ്പെടും, നിങ്ങളിലൂടെ വെളിപ്പെടും. എങ്ങനെയാണ്? ഈ നവീകരണം അതിൻ്റെതായ പൂർണ്ണമായി കർത്താവ് തന്നെ തരണം. പക്ഷേ നമ്മുടെ വീഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ആവശ്യമായിട്ട് ബോധ്യം വന്നിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ ഏതാണ്? ഈ ലോകത്തിലെ കാര്യങ്ങളാണ്.
ലോകത്തിലുള്ള വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും കാര്യം. അതിനുവേണ്ടിയാണ് ഉപവാസ പ്രാർത്ഥനകൾ, അതിനുവേണ്ടിയാണ് ആരാധന പോലും, അതിനുവേണ്ടിയാണ്. കാരണം ആരാധിച്ചാൽ എന്തുണ്ട്? വിടുതൽ കിട്ടുന്നു. എന്ത് വിടുതല കിട്ടുന്നത്? അല്ലെ? നമ്മുടെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പോയി സഭകൾ മുഴുവൻ എന്തായി തീർന്നു? ജഡീകമായി മാറി. അല്ലെ? തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയ വിഷയം പോലും സഭയിൽ വന്നാൽ രണ്ടാകുകയാണ്. അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേറെ സഭയിൽ പോവുകയാണ്. അങ്ങനെ പോകുന്നവരെ സ്വീകരിക്കാൻ ദേവദാസന്മാർ കൈനീട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നിരപ്പാകാൻ പറയുന്നില്ല? എനിക്കൊരാളോട് കയ്പുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ കയ്പ് പരിഹരിക്കണം. എന്നിട്ട് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇന്ന് അനേകം ആളുകൾ ആ കയ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? ക്ഷമിക്കാൻ പറ്റാതെ പോകുകയാണ്. ദൈവാത്മാവോട് ശക്തമായി ഇടപെടുന്നു. പ്രിയമുള്ളവരെ പുതിയ ഒരു ഹൃദയം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രശ്നം വർദ്ധിക്കും. കുടുംബത്തിൽ ചെറിയ വിഷയം ക്ഷമിക്കാൻ പറ്റുന്നില്ല. നീ ഭാര്യയ്ക്ക് പറ്റുന്നില്ല, ഭർത്താവിന് പറ്റുന്നില്ല, മക്കൾക്ക് പറ്റുന്നില്ല, മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ ലോകത്തിലെ ആളുകൾ നമ്മളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇത് പറ്റാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ലോകത്തോട് പറയുകയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ എന്താണെന്ന്. അവർ തിരിച്ചു ചോദിക്കാത്തത് നമ്മുടെ ഭാഗ്യം. അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? അല്ലേ? നമുക്ക് ഉത്തരവുണ്ടോ? നമുക്ക് ഉത്തരം പറയണം. അല്ലേ? നമ്മൾ പാർക്കുന്ന സ്ഥലത്ത് പറയണം. നമ്മുടെ കുടുംബത്തെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയണം, ആ കുടുംബം സ്വാതന്ത്ര്യം പ്രാപിച്ച കുടുംബമാണ്. ഉണ്ടോ? നിങ്ങളുടെ ഭാര്യയുടെ വിചാരിച്ച പറഞ്ഞപ്പോ ഞാൻ ഇവിടെ ഒരു വീട്ടിൽ സുവിശേഷവും പോയ ഒരനുഭവം ഞാൻ ഓർക്കുക. ഒരു ഹിന്ദു കുടുംബം, ഇവരെ വിധവയായിരിക്കുന്ന അമ്മയ്ക്ക് 3 ആൺമക്കൾ, 3 ആൺമക്കൾക്ക് 3 ഭാര്യമാർ. ഈ 3 ഭാര്യമാരും 3 മരുമക്കളും അമ്മയും സന്തോഷമായിട്ട് കുടുംബത്തിൽ ജീവിക്കുകയാണ് ഒരു വീട്ടിൽ. അല്ലേ? മൂത്തയാള് നിരാനം കഴിച്ചു വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ആള് നിരാനം കഴിക്കുമ്പോഴത്തേക്ക് മൂത്തയാൾ എന്ത് ചെയ്യുന്നു? വേറെ വിടാൻ ബന്ധപ്പെടുകയാണ്. കാരണം എന്താ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാലിച്ചിരി പ്രയാസമാണ് സമൂഹത്തിൽ. അപ്പോൾ വെളിച്ചമൊന്നും ഇല്ലാത്തൊരു ഹൈന്ദവ കുടുംബവും എന്ത് ചെയ്യാണ്? അവര് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ അവരോട് യേശു ക്രിസ്തുവിനോടുള്ള സമാധാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവർ ഇവരുടെ ക്ലാസ് സഹോദരൻ ഞങ്ങൾ വീട്ടിൽ ഭയങ്കര സാധനം സന്തോഷമായിട്ട് ജീവിക്കും. ഞങ്ങൾ 3 മരുമക്കള്, ഞാൻ ആ 3 മരുമക്കളെ മരുമോളായിട്ടൊന്നും കണ്ടിട്ടില്ല. എന്റെ മക്കളാണ്. ആ ആൺമക്കൾ എന്നെ അതുപോലെ കരുതുന്നു. ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നു. നമുക്കറിയാം അവരെ പറയുന്ന സന്തോഷം ഒരു പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോ എന്ത് സംഭവിക്കും? അതിനൊക്കെ മാറ്റങ്ങളുണ്ടാകും. കാരണം അവർക്ക് എക്കാലവും പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്കിവിടെ ഒരു മാതൃകയുണ്ട്. എന്താണ്? നമുക്ക് കാണുന്നതാണ് നമ്മുടെ ഭവനങ്ങളിൽ പ്രിയമുള്ളവരെ, സമൂഹത്തിൽ വേറെപ്പെട്ട ദൈവമക്കളുടെ കുടുംബങ്ങൾ ക്ഷമിക്കാൻ കഴിയാതെ. ഇനിയിപ്പോ ക്ഷമിക്കാത്തവരെ നമ്മൾ വടക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ കഴിയില്ല സത്യം. അപ്പൊ പിന്നെയുള്ള മാർഗം എന്താ? ഇതാണ് സത്യ സുവിശേഷം എന്ന് പറയുന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ ആരാണ്? സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇന്ന് പകല ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ഉയർത്തി കാണിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം തരുന്ന ഒരു കർത്താവിനെയാണ്. എനിക്കൊരു ആവശ്യമാണ്. ഞാൻ ഇന്ന് രാവിലെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവേ, ഹൃദയത്തിൽ യഥാർത്ഥ നവീകരണം, എല്ലാ ദുഷ്ടതയും ചതിയും വിടക്കുകണ്ണും വ്യാജഭാവങ്ങളും കപടതയും എല്ലാം ഉള്ളിൽ നിന്ന് പോകണം. ഇല്ലേ? എല്ലാം ഹൃദയത്തിൽ നിന്ന് പോകണം. യഥാർത്ഥ ദൈവസ്നേഹം കൊണ്ട് അവന്റെ ഉള്ളം നിറയണം. കർത്താവേ, അവിടുത്തെ കൃപ വേണം. കർത്താവ് വാഗ്ദത്തം തന്നല്ലോ, പുതിയ ഹൃദയം നൽകാമെന്ന് വാക്കു പറഞ്ഞല്ലോ. കർത്താവേ, ആ പുതിയ ഹൃദയത്തെ നൽകണമേ. ദൈവങ്ങളെ നമുക്ക് അല്പസമയം ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. 1-2 വാക്കുകൂടെ വായിച്ചിട്ട് നിർത്താം. ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എന്താണ് വാക്യത്തിന്റെ അർത്ഥം? അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ ആരാണ്?
ഒരുത്തനാണ്. വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായി രക്ഷിക്കാൻ അല്ലേ? അപ്പൊ പൂർണ്ണമായി രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം എന്താകണം? പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടണം അല്ലേ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് നൽകും. ദൈവമക്കളെ, ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് നൽകണം. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും വേണ്ടി കർത്താവെ അവിടുത്തെ ആത്മാവിനെ അധികമായി നൽകണമേ. ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. കർത്താവെ, എനിക്ക് ഹൃദയത്തിൽ ഇനി ഒരു നവീകരണം വേണം കർത്താവ്, ഒരു പുതുക്കം വേണം കർത്താവെ. ക്ഷമിക്കാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന കർത്താവിന്റെ മനസ്സുള്ള ഒരു വ്യക്തിയാകാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവെ. കർത്താവെ, ഹൃദയം നിന്ന് മാറ്റണമേ. വചനത്തിങ്ങൾ വിറയ്ക്കുന്നൊരു ഹൃദയം എനിക്ക് തരണമേ കർത്താവെ. അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും ഒക്കെ ഒരു വെളിച്ചമായി നിൽക്കാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. വചനം ഗ്രഹിക്കാൻ കഴിയാതെ പാറസ്ഥലത്ത് വീണ വിത്തുപോലെ വചനം കിട്ടുപോയി കർത്താവെ. ജീവിതങ്ങൾ നഷ്ടപ്പെടുന്നല്ലോ. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കുക നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടുമ്പോ അവർക്കറിയാം യേശുവിനോട് കൂടെ നടന്ന് അവര് രോഗികളെ സൗഖ്യമാക്കിയവരാണ്. ശ്രദ്ധിക്കണേ, ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്. ഇവള് വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തവരാണ്. അവർക്ക് ഇനി എന്തിനാ പരിശുദ്ധാത്മാവ്? ഇനി അവർക്ക് പരിശുദ്ധാത്മാവ് എന്തിനാണ്? അവര് മനസ്സിലായി, ഞങ്ങൾ തോറ്റുപോകുന്നു. ഞങ്ങൾക്ക് ഒരു പ്രതികൂലം വന്നപ്പോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. യേശുവിനോടുകൂടെ മരിക്കാനൊക്കെ ഒരുക്കമാണെന്ന് പറഞ്ഞതാണ്. പ്രതിസന്ധി വന്നപ്പോ ഞങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഞങ്ങളെല്ലാം കർത്താവിനെ വിട്ട് ഓടിപ്പോയി. കർത്താവേ, ഞങ്ങൾക്കൊരു ഹൃദയ നവീകരണം വേണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞു, ഉയരത്തിന്റെ ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ആത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് കഴിയില്ല. ഒന്ന് പ്രാർത്ഥിക്കുക ദൈവമക്കളെ. നിരന്തരമായ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം, ഹൃദയത്തിന്റെ പുതുക്കം അധികമായി ലഭിക്കട്ടെ.